സൂറത്ത് മറിയമിലെ 10 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെയായി നമ്മൾ പഠിച്ചത്. ഇനി 11 എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا. وبرا بوالديه ولم يكن جبارا عصيا. കഴിഞ്ഞ ആയത്ത് വരെ നമ്മൾ പഠിച്ചത് സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനമുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കിട്ടി. അതിന് അദ്ദേഹം ഒരു ദൃഷ്ടാന്തം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. ഖാല റബ്ബി ജഅൽ ലി ആയ, അള്ളാഹു എനിക്ക് ദൃഷ്ടാന്തം നീ ഉണ്ടാക്കി തരണം. അത് ദൃഷ്ടാന്തമായി നൽകി. അല്ലാ തുകല്ലിമ അന്നാസ സലാസ ലയാലിൻ സവിയ്യ, യാതൊരു പോരായ്മയുമില്ലാതെ ശരിയായ രീതിയിൽ തന്നെ 3 ദിവസം നീ ജനങ്ങളോട് സംസാരിക്കാതിരിക്കുക എന്നതാണ് ദൃഷ്ടാന്തം. അഥവാ രോഗം കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ല സംസാരിക്കാൻ കഴിയാതെ പോണത്. ദൃഷ്ടാന്തമായി കൊണ്ട് അല്ലാഹു തആല തൽക്കാലം സംസാര ശേഷിയെ എടുത്തു കളയുന്നു. അങ്ങനെ ജനങ്ങളുമായി സംസാരിക്കാൻ കഴിയാത്ത ഒരു 3 ദിവസം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. എന്നിട്ട് ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ്, ഫഖറജ അദ്ദേഹം പുറപ്പെട്ടു, അലാ ഖൗമിഹി തൻ്റെ ജനതയുടെ മേൽ, തന്റെ ഖൗമിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു വന്നു. മിനൽ മിഹ്റാബ്, മിഹ്റാബിൽ നിന്ന് അദ്ദേഹം ആളുകളിലേക്ക് വന്നു. ഫഔഹാ ഇലൈഹിം, അങ്ങനെ അവരോട് അദ്ദേഹം ആംഗ്യം കാണിച്ചു. ഔഹ വഹീ നൽകി, അഥവാ സൂചന നൽകി. അൻസബ്ബിഹു ബുക്രതൻ വഅശിയ്യ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹ് ചെയ്യുവീൻ എന്ന് അദ്ദേഹം അവരോട് സൂചന നൽകി. ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ്, ഖറജ നമുക്കറിയാം, ഖറജ പുറപ്പെട്ടു, ഖറജ ഒരുപാട് തവണ പഠിച്ച വാക്കാണ്. ഖൗമ് ജനത, സമൂഹം. ഫഖറജ അലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അഥവാ ജനങ്ങളിലേക്ക് അദ്ദേഹം പുറത്തു വന്നു. മിനൽ മിഹ്റാബ്, മിഹ്റാബ് ശരിക്ക് പ്രാർത്ഥനാ മണ്ഡപം എന്നാണ്. മിഹ്റാബ് പ്രാർത്ഥന മണ്ഡപം. നമ്മളിപ്പോ പറയുന്ന ഈ ഒരു മിഹ്റാബ് അല്ല, നേരെ മറിച്ച് ആരാധനകൾക്ക് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരു ഉയർന്ന സ്ഥലം, അതാണ് മിഹ്റാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ഇരിപ്പിടങ്ങൾക്ക് പൊതുവെ മിഹ്റാബ് എന്ന് ഉപയോഗിക്കാം. ദാവൂദ് നബിയുടെ കുറിച്ച് പറഞ്ഞപ്പോഴും ഖുർആൻ അവിടെ മിഹ്റാബ് എന്ന പ്രയോഗം നടത്തുന്നുണ്ട്. മഹാരി, അതേപോലെ സുലൈമാൻ നബിയെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ മിഹ്റാബ് എന്ന പ്രയോഗം. പിശാചുക്കൾ സുലൈമാൻ നബിക്ക് വേണ്ടി മിഹ്റാബുകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ മിഹ്റാബ് ഒരു ഉയർന്ന സ്ഥലങ്ങൾക്കാണ്. സാധാരണ ഒരു മക്കാനുൽ മുർത്തഫിഅ്, ഉയർന്ന ഒരു സ്ഥലം, അതിനാണ് സാധാരണ മിഹ്റാബ് എന്ന അറബി ഭാഷയിൽ
ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഇബാദത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായി അവർ ഉണ്ടാക്കിയ ചില സ്ഥലങ്ങൾ, മണ്ഡപങ്ങൾ, അതാണ് ശരിക്കും മെഹ്റാബ് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ അവരുടെ ശരീഅത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അന്നത്തെ മത നിയമങ്ങളിൽ അങ്ങനെ പ്രത്യേകമായ സ്ഥലങ്ങൾ ഉണ്ടാക്കി ആ സ്ഥലത്ത് അങ്ങനെ ഇബാദത്തിന് നിശ്ചയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നർത്ഥം. അതേ പേര് നമ്മിലേക്ക് വന്നത് ഉള്ളൂ. മെഹ്റാബ് ഇമാമ മാത്രം നിൽക്കുന്ന ഒരു വേറിട്ട സ്ഥലമായതുകൊണ്ട്, ആളുകളിൽ നിന്ന് വേറിട്ട ഒരു പ്രത്യേക സ്ഥലമായതുകൊണ്ടാണ് മെഹ്റാബ് എന്ന് ഇതിനും പറയുന്നത്. സയ്യിദുൽ മജാലിസ് എന്ന് പറയും മെഹ്റാബിനെ കുറിച്ച്. സയ്യിദുൽ മജാലിസ്, മജ്ലിസുകളുടെ നേതാവ് എന്നാണ് പറയാറുള്ളത്. അതെ, പക്കത്ത് തന്നെ മണ്ഡപം എന്നാണ് ശരിക്ക്. മണ്ഡപം അല്ലെങ്കിൽ ഉന്നത സ്ഥാനം, ഇതൊക്കെയാണ് മെഹ്റാബ് എന്ന വാക്കിന് നേരെ വാക്കർത്ഥം. ഹറബ് എന്ന പദവുമായി ബന്ധപ്പെട്ടാണ്, ഹറബ എന്ന പദവുമായി ബന്ധപ്പെട്ടാണ് മെഹ്റാബ് എന്ന പദം ഉണ്ടാകുന്നത്. മിഫ്താഹ് പോലെ മെഹ്റാബ്. മെഹ്റാബ് മിമ്പർ രണ്ടാണ്. മിമ്പർ ശരിക്ക് കയറി വെക്കുന്ന ഇതാണ് ശരിക്ക്, പിന്നെ കോണീനോ അല്ലെങ്കിൽ സാധാരണ മിമ്പറിന് ഉപയോഗിക്കുക. മെഹ്റാബ് വാർത്തനം അത് ഹറബ എന്ന പദവുമായാണ് മെഹ്റാബ് എന്ന പദത്തിന് ബന്ധമുള്ളതാണ്. ഹുറൂബോ? ഏത് ഹുറൂബ്? അതെ, ഹുറൂബ് ഹ ഉണ്ട്, ഹ ഉണ്ട്. യുദ്ധങ്ങൾക്ക് ഹർബ്, ഹുറൂബ് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെയൊക്കെ ഗൾഫിലൊക്കെ ഉണ്ട് പിന്നെ അറബി ഹുറൂബാക്കിയത്. അത് ഹ ആണ്, ഹറബ. ഹറബ എന്നാൽ ഒളിച്ചോടിന, ഓടിപ്പോവുക. അതൊക്കെ ഹറബ. സമ്മതം വാങ്ങാതെ പോകുന്നതിനാണ് ഹറബ. ഇതന്നെ ഇപ്പൊ മെഹ്റാബ് ഉപയോഗിക്കപ്പെട്ടു പോകുന്നത്. പിന്നെ മെഹ്റാബ് ഉയർന്നു നിൽക്കണോ വേണ്ടേ, ഉയരാൻ പറ്റുമോ വേണ്ടേ എന്നൊക്കെ ഇത് വെച്ചുകൊണ്ട് ചർച്ചകൾ പഴയ കാലത്തൊക്കെ കാണാൻ കഴിയും. ഇമാം മാലിക് റഹിമഹുള്ളയൊക്കെ മെഹ്റാബ് ഉയർത്താൻ പറ്റുമോ ഇല്ലേ എന്ന കാലത്ത് കുറെ ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ ഈ ആയത്തും കൂടി അദ്ദേഹം അത് തെളിവായി പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇമാം നിൽക്കുന്ന സ്ഥലം അത് കുറച്ചും കൂടി ഒരു ഉയർന്നു നിൽക്കുക മറ്റുള്ളവരെക്കാളേറെ. അപ്പൊ അങ്ങനെ നിൽക്കാമോ? ഇമാം അഹമ്മദ് പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല, ഉയർന്ന ഒരു വലിയ ഉയർച്ച അല്ലെങ്കിൽ വിരോധമില്ല. ഇമാം മാലിക് പറഞ്ഞു അല്ല, ജനങ്ങൾ നിൽക്കുന്ന അതേ അവസ്ഥയിലാണ് ഇമാം നിൽക്കേണ്ടത്, കാരണം ഇമാമിന് കിബർ വരാൻ അതൊരു കാരണമായി മാറും എന്നൊക്കെയുള്ള ചർച്ചകൾ വരെ അന്ന് കാണാൻ കഴിയും. സ്വഹാബിമാർക്കിടയിലും അങ്ങനെ ചില ചർച്ചകൾ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ഉയർന്ന സ്ഥലത്ത് കയറി ഇമാമൊക്കെയും ആളുകളൊക്കെ താഴ്ത്തുകയും ചെയ്തപ്പോൾ അബു മസ്ഊദും അബു അമ്മാറും ഒക്കെ അദ്ദേഹത്തെ നിസ്കാരത്തിൽ പിടിച്ചിട്ട് വലിച്ചു എന്നൊക്കെ കാണാൻ പറ്റും. വലിച്ചു. അപ്പൊ അദ്ദേഹം താഴ്ത്തേക്ക് ഇറങ്ങി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഞങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ എനിക്കറിയാം, എനിക്ക് ഓർമ്മ ചെയ്യുന്നു, വലിച്ചപ്പോഴാണ് ഓർമ്മ ആയത്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞതൊക്കെ ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പൊ എന്നാലും ഇത് ചർച്ച ആ കാലം മുതലേ ഉണ്ട്. അപ്പൊ ഹറബ എന്ന പദവുമായി ബന്ധപ്പെട്ട പദമാണ് മെഹ്റാബ് എന്ന പദം. അവര് വേറിട്ട് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങൾക്ക് പൊതുവെ മെഹ്റാബ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഹറബ ശരിക്ക് പിന്നെ മേലെ നിന്ന് എത്തി നോക്കുകയാണ് ശരിക്കും നേരെ അസലർത്ഥം. എവിടേക്ക് ഇങ്ങനെ കയറി നിന്നിട്ടിങ്ങനെ അങ്ങോട്ട് എത്തി നോക്കുന്നതിനാണ് സാധാരണ ഹറബ എന്ന പദം അസ്ലിയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത് ഹറബ. മറ്റേ ഹറബ, ഹറബ ഓടി, ഒളിച്ചോടി, ഒളിച്ചോടുന്നതിനാണ് ഹറബ. അതാണ് ഹുറൂബാക്ക എന്ന് പറഞ്ഞത്. ഇപ്പൊ കഫീലിന്റെ സമ്മതമില്ലാതെ അവള് പുറത്തു പോയൊക്കെ പണിയെടുത്തു. അപ്പൊ കഫീല് അവിടെ പോയിട്ട് പരാതി കൊടുക്കും, എൻ്റെ അടുത്തുനിന്ന് വല്ല സ്ഥലം വിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പേര് ഹുറൂബ് എന്ന് പറഞ്ഞ പേരിൽ അവിടെ ഇസ്തിരി വരും. അപ്പൊ പിന്നെ ഒരു നാട്ടിൽ പോകാൻ പറ്റില്ല, എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് പിടിക്കുവനെ. ഏത്? വിലക്കല്ല, അതായത് പിന്നെ സമ്മതം വാങ്ങാതെ
ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോവുക, ഓടിപ്പോവുക, ഒളിച്ചോടുക, അള്ളാഹ് ശരിക്കും ഹറബ. അപ്പൊ സാധാരണ ഇപ്പൊ അവിടെ ഈ കഫീലിന്റെ സമ്മതം വേണം ഇവർ വേറെ സ്ഥലത്ത് ജോലി ചെയ്യണമെങ്കിൽ. അപ്പൊ ചിലപ്പോൾ കഫീലിന്റെ സമ്മതം വാങ്ങാതെ കഫീലിന്റെ സ്വഭാവ മോശം കൊണ്ടോ മറ്റു കാര്യങ്ങളാലോ ചിലപ്പോൾ അവിടുന്ന് എല്ലാം പോയിട്ട് വേറെ എവിടെയൊക്കെ പണിയെടുക്കും. അപ്പൊ ഇവൻ ഈ കഫീൽ പോയിട്ട് സർക്കാരിൽ കംപ്ലൈന്റ് ചെയ്യും, എൻ്റെ കീഴിലുള്ള എന്ന ആള് ഹുറൂബായിട്ടുണ്ട്. അപ്പൊ ഓന്റെ പേരിൽ അവിടെ നോട്ട് ചെയ്യും. അപ്പൊ പിന്നെ ഓൻ നാട്ടിൽ പോകാൻ കഴിയില്ല. ഓനെ ഏതെങ്കിലും പോയിക്ക് ടിക്കറ്റൊക്കെ ഒപ്പിച്ച് വന്നാലും എയർപോർട്ടിൽ എത്തുമ്പോൾ കമ്പ്യൂട്ടർ അടിക്കുമ്പോൾ ഓന്റെ പേരിലൂടെ കാണും കഫീലിലെ ഹുറൂബ്. അതുപോലെ വിടാൻ പറ്റില്ല, വിളിച്ചോടി പോയ ആളാണ്. അങ്ങനെ ഓൻ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ അതിന് വലിയ ഫൈനൊക്കെ അടിച്ചോ അല്ലെങ്കിൽ കഫീൽ വന്നിട്ട് അവിടുന്ന് മോചിപ്പിച്ചിട്ടോ ഓൻ്റെ ഒപ്പം കഫീൽ വിട്ടെടുക്കുള്ളൂ. അതാണ് സാധാരണ ഈ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹറബ എന്ന് ഹറബ, ഹാരിബ്, ഫർഹാരിബൻ എന്നൊക്കെ പറയും, വിളിച്ചോടി പോവുക എന്നതിന്. മറ്റേ ഹറബ അതിൻ്റെതാണ് മെഹ്റാബ് എന്നുണ്ടാകുന്നത്. യുദ്ധം എന്നും ഇതിന് ഹറബ. ഈ മെഹ്റാബ് എന്ന വാക്കും ആ അർത്ഥമുള്ള ഹറബ എന്ന അർത്ഥത്തിലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അത് ശൈത്താനുമായി യുദ്ധം ചെയ്യാണ്. ഒരു മണ്ഡപം കെട്ടി അവിടെ ഇബാദത്തും അവിടെ തഖ്വയുമായി ഒരാൾ കൂടുമ്പോൾ ശൈത്താനുമായ ഒരു യുദ്ധത്തിലാണ്. അതുകൊണ്ടാണ് അതിന് മെഹ്റാബ് എന്ന വാക്കുപയോഗിക്കുന്നത് എന്നും ചില ഖൗലുകൾ പറയപ്പെടുന്നു. വല്ലാഹു അഅലം. എന്നാലും മെഹ്റാബ് അവിടെ ഒരു പ്രാർത്ഥനാ മണ്ഡപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്ന പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ മണ്ഡപം. ആ പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് അദ്ദേഹം ജനങ്ങളിലേക്ക് പുറത്തേക്ക് വന്നിട്ട് അവർക്ക് അദ്ദേഹം വഹ്യി നൽകി, അഥവാ അവരേക്ക് സൂചന നൽകി. മിണ്ടൂലാണല്ലോ, മിണ്ടാൻ പറ്റില്ലല്ലോ, 3 ദിവസം മിണ്ടാൻ കഴിയില്ല. അപ്പൊ ആ സമയത്തും അദ്ദേഹം അവർക്ക് നിർദ്ദേശം നൽകുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അദ്ദേഹം അവരോട് വഹി നൽകി, ബോധനം നൽകി, അഥവാ ആംഗ്യം കാണിച്ചു എന്ന് ആവാം, സൂചിപ്പിച്ചു എന്നാവാം. ഏത് രൂപത്തിലാണ് ആ ബോധനം നൽകിയത് അതിലൊക്കെ ഗണിതമായി പറയാൻ കഴിയില്ല. പല ചർച്ചകളും തഫ്സീറുകളൊക്കെ വന്നിട്ടുണ്ട്. ചിലർ പറഞ്ഞ് അഷാറ ഇഷാറത്ത് എന്നാണ്, ഒരു സൂചന നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എന്തെങ്കിലും ഉദാഹരണം കാട്ടി കൊടുത്തിട്ട് ഒരു സൂചന നൽകി. അല്ലെങ്കിൽ കതബ ഫിൽ അർളി, ഇമാം ഖുർത്തുബിയൊക്കെ അങ്ങനെ പറഞ്ഞ് കാണാൻ പറ്റും. അദ്ദേഹം എഴുതി കൊടുത്തു, നാവോട് പറയാതെ അവിടെ നിലത്തിങ്ങനെ എഴുതി കൊടുത്തു. അപ്പൊ ഏതായാലും അവർക്ക് അദ്ദേഹം ആ ഒരു ബോധനം, ആ വിവരം അവർക്ക് അദ്ദേഹം കൈമാറി. അപ്പൊ മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കാൻ പറ്റുമോ? അത് ഇതിലുള്ള ചർച്ചയാണ്. ഒരാള് സത്യം ചെയ്തു, ഞാൻ ഒരു അക്ഷരം മിണ്ടുകയില്ല, ഇത് പോയി എഴുതി കൊടുത്തു. എഴുതി കൊടുത്താൽ ആ സത്യം ലംഘിച്ചവനാകുമോ ഇല്ലേ? ഫിത്നയിലെ ഒരു ചർച്ചയാണത്. അപ്പൊ അയാൾ ശബ്ദം ലംഘിച്ച കഫാറത്ത് അയാൾക്ക് ബാധകമാകുമോ ഇല്ലേ, അതെല്ലാം സംസാരത്തിൽ പെടുപെടൂലേ എന്നൊക്കെ ചർച്ചകൾ കാണാൻ പറ്റും. അദ്ദേഹം അവർക്ക് ബോധനം നൽകി, സൂചന നൽകി, അല്ലെങ്കിൽ ആംഗ്യമായി അവരെ അറിയിച്ചു. എന്തറിയിച്ചു? അൻസബ്ബിഹു ബുക്രതം വഅശിയ്യ. അൻസബ്ബിഹു, നിങ്ങൾ തസ്ബീഹ് ചെയ്യുവീൻ, അല്ലാഹുവിനെ പ്രകീർത്തിക്കുവീൻ എന്ന് അദ്ദേഹം അവരോട് സൂചനയായി അറിയിച്ചു. ബുക്രതം വഅശിയ്യ. സബ്ബിഹു, സബ്ബഹ എന്നതിന്റെ അംറാണ്. സബ്ബഹ തസ്ബീഹ് ചെയ്തു, അതിന്റെ അംറാണ് സബ്ബിഹ്. സബ്ബഹ മുദാരി യുസബ്ബിഹു, അതിന്റെ അംർ കൽപ്പന ക്രിയയാണ് സബ്ബിഹ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല. സബ്ബിഹ് അതിൽ ബഹുവചനമാണ് സബ്ബിഹു. സബ്ബിഹ്, സബ്ബിഹ, സബ്ബിഹു. അൻസബ്ബിഹു, നിങ്ങൾ തസ്ബീഹ് ചെയ്യുവീൻ എന്ന്. അൻസബ്ബിഹു, നിങ്ങൾ തസ്ബീഹ് ചെയ്യുവീൻ എന്ന് അദ്ദേഹം അവർക്ക് സൂചന നൽകി. ബുക്രതൻ വഅശിയ്യ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. ബുക്രതൻ വഅശിയ്യ, ബുക്രത്ത് പ്രഭാതം, അശിയ്യ അല്ലെങ്കിൽ അശിയ്യത്തൻ രണ്ടും ഉപയോഗിക്കാം. അശിയ്യത്ത് എന്നും അശിയ്യ എന്നും ഉപയോഗിക്കാം.
അങ്ങനെ പ്രയോഗം ഹദീസിലും വന്നിട്ടുണ്ട്, അശയ്യത്ത് എന്നുള്ളത്. അശയ്യ് ബഹുവചനമാണോ എന്നും പറയപ്പെടാം. അശയ്യത്തിന്റെ ബഹുവചനമായി അശയ്യ് എന്ന് ഉപയോഗിക്കലുണ്ട് എന്നും അഭിപ്രായങ്ങൾ ഭാഷാ പണ്ഡിതന്മാരിൽ കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ തസ്ബീഹ് ചെയ്യുവീൻ ബുക്രത്തൻ പ്രഭാതത്തിൽ, വഅശിയ്യ പ്രദോഷത്തിലും, വൈകുന്നേരവും, രാവിലെയും വൈകുന്നേരവും. സാധാരണ ഒരു പ്രയോഗമാണ്. ബുക്രത്തൻ വഅശിയ്യ എന്നത് ഒരു പ്രയോഗമാണ്. രാവിലെയും വൈകുന്നേരം രണ്ട് സമയത്ത് ഉദ്ദേശിച്ചുകൊണ്ടും പറയാം, അല്ലെങ്കിൽ സദാസമയം എന്ന അർത്ഥത്തിലും ബുക്രത്തൻ വഅശിയ്യ ഉപയോഗിക്കാം. പ്രഭാതത്തിൽ ഉച്ചവരെ ഉള്ള സമയത്തിൽ ബുക്രത്ത് എന്ന് പറയാം. ഉച്ചക്ക് ശേഷം വൈകുന്നേരം വരെ സമയത്തിൽ അശയ്യ എന്നും പറയാം. അപ്പൊ ബുക്രത്തൻ വഅശിയ്യ പ്രഭാതം മുതൽ അസൂര ഉപയോഗിക്കും. അസൂര പദാർത്ഥമാണ്. ബുക്രത്തൻ വഅശിയ്യ ഇതർത്ഥമാണ്. അപ്പൊ പ്രദോഷം വരെയും, പ്രഭാതം മുതൽ പ്രദോഷം വരെയും എന്ന അർത്ഥത്തിലും ബുക്രത്തൻ വഅശിയ്യ എന്ന് ഉപയോഗിക്കാം. ലൈലൻ വനഹാറ എന്ന് പറയുന്ന പോലെ രാവും പകലും എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം. അതല്ല രാവിലെയും വൈകുന്നേരവും എന്ന ആ രണ്ട് സമയം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയും ബുക്രത്തൻ വഅശിയ്യ എന്ന് ഉപയോഗിക്കാം. അദ്ദേഹം അവർക്ക് സൂചന നൽകി, അൻസബ്ബിഹു നിങ്ങൾ തസ്ബീഹ് ചെയ്യുവീൻ ബുക്രത്തൻ വഅശിയ്യ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹ് ചെയ്യുവീൻ, പ്രത്യേകമായി അല്ലാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവീൻ എന്ന് അദ്ദേഹം അവരോട് പ്രത്യേകമായി ഉത്ബോധനം സൂചനയായിക്കൊണ്ട് നൽകി. ഇപ്പം മിണ്ടാൻ കഴിയാത്ത സമയത്തും അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്നു. ആ ജനങ്ങൾക്ക് നിർദ്ദേശം അദ്ദേഹം സൂചനയായി ആംഗ്യമായി കൊണ്ടൊക്കെ നൽകുകയും ചെയ്യുന്നു. അതിലും അല്ലാഹുവിനെ സ്മരിക്കാൻ, തസ്ബീഹ് ചെയ്യാനാണ് അദ്ദേഹം പ്രത്യേകം അവരോട് അഭ്യർത്ഥിച്ചത് എന്ന് നമുക്കിതിന്ന് മനസ്സിലാക്കാം. ഇനി യാ യഹ്യ ഖുദിൽ കിതാബ്, യഹ്യ നബിയോടാണ് ഈ അടുത്ത വചനം മുതൽ വരുന്നത്. അപ്പൊ അതിനിടയ്ക്ക് കുറെ സംഭവങ്ങൾ ഉണ്ട്, അതിവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അത് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാവും. സന്തോഷ വാർത്ത അറിയിച്ചു, അടയാളമാണെന്ന് അടയാളം നൽകി. അപ്പൊ സ്വാഭാവികമായും ഇനി അത് യാഥാർത്ഥ്യമാകും എന്നത് ഉറപ്പാണ്. അദ്ദേഹത്തിന് സന്താനമുണ്ടായി. കുട്ടിയുടെ പേര് അള്ളാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യഹ്യ എന്നാണ് പേര്. അപ്പൊ കുട്ടി ഉണ്ടായി, കുട്ടിക്ക് പേരിട്ടു, കുട്ടിക്ക് പേര് യഹ്യ എന്നാണ് എന്നുള്ളതൊക്കെ പിന്നെ പറയേണ്ട കാര്യമില്ല. അത് പറയാതെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാവും. ഇനി ആ യഹ്യ നബിയോട് അള്ളാഹു കൊടുത്ത നിർദ്ദേശങ്ങളാണ് ഈ വചനങ്ങൾ മുതൽ. അദ്ദേഹത്തെ സ്വഭാവങ്ങളും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും അദ്ദേഹത്തിലുള്ള കൽപ്പനകളും അതാണ് ഇനി ഈ വചനം മുതൽ ഉള്ളത്. സക്കറിയ നബിയുടെ മകനാണ് യഹ്യ നബി ഇസ്ലാം. അദ്ദേഹം നബിയായി വളരെ ചെറുപ്പത്തിലെ അള്ളാഹു തആല പ്രത്യേകമായ അറിവും തത്വങ്ങളും ഒക്കെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു നൽകി എന്ന് ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ, ചില ഹദീസിൽ കാണാം, ചെറുപ്പത്തിലോ വലിപ്പത്തിലോ ഒരു തെറ്റും ചെയ്യുകയോ ഒരു തെറ്റും ചെയ്യാൻ വിചാരിക്കുകയോ ചെയ്യാത്തതാണ് യഹ്യ അലൈഹിസ്സലാം എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു തആല പ്രത്യേകമായി ഏറ്റെടുത്ത് അദ്ദേഹത്തിന് ചില തത്വജ്ഞാനങ്ങൾ ആ പ്രായത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് പൊതുവെ തഫ്സീറിലൊക്കെ കാണുന്നു. ഖുർആൻ അങ്ങനെ എടുത്തു പറയുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ. യാ യഹ്യ, അല്ലയോ യഹ്യ, ഖുദിൽ കിതാബ വേദഗ്രന്ഥം നീ മുറുകെ പിടിക്കണം, ബിഖുവ്വ ശക്തമായി നീ അത് മുറുകെ പിടിക്കണം. അപ്പൊ അള്ളാഹു നൽകുന്ന സന്ദേശമായിരിക്കും യഹ്യ നബിയോട് അല്ലാഹു കൊടുക്കുന്ന ഉപദേശം, അല്ലാഹു കൊടുക്കുന്ന ബോധനം. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ. ഇവിടെ കിതാബ് ഉദ്ദേശം തൗറാത്താണ്. അന്നുള്ളതൊക്കെ തൗറാത്ത്, മൂസാ നബിയുടെ തൗറാത്തനുസരിച്ചാണ് സക്കറിയ നബിയും അവരൊക്കെ അന്ന് വിധി പറഞ്ഞ് പോരുന്നത്. അപ്പൊ ആ തൗറാത്ത് തന്നെയാണ് ഇവിടുത്തെ ഖുദിൽ കിതാബ് എന്ന് പറഞ്ഞ കിതാബ് തൗറാത്താണ് എന്ന് പൊതുവെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, കാരണം മൂസാ നബിയുടെ ശേഷം വന്നവരാണ് ഇവരൊക്കെ. പിന്നീടാണ് ഇഞ്ചീൽ വരുന്നത്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ, അല്ലയോ യഹ്യ ഖുദിൽ കിതാബ്, കിതാബിനെ പിടിക്കുക, മുറുകെ പിടിക്കുക. ഖുദ്, ഖുദ് എന്നാൽ നീ പിടിക്കുക, നീ എടുക്കുക. അഖദ, അഖദ യഖുദു ഖുദ്.
അഖദ എടുക്കുക, പിടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതിന്റെ കൽപ്പനാക്രിയയാണ് ഖുദ്, നീ എടുക്കുക അല്ലെങ്കിൽ നീ പിടിക്കുക. ഖുദിൽ കിതാബ, കിതാബ് നീ എടുക്കുക, കിതാബ് നീ പിടിക്കുക. ബിഖുവ്വ, ശക്തമായി നീ അത് മുറുകെ പിടിക്കുക. ഇമാം മുജാഹിദ് പറഞ്ഞത് ഐ ബിജിദ്ദിൻ വജ്തിഹാദ്, അങ്ങേയറ്റത്തെ പരിശ്രമം, അങ്ങേ അറ്റത്തെ ശ്രദ്ധയോടെ നീ ആ കിതാബ് നീ മുറുകെ പിടിക്കണം എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ العلم به والحفظ له والعمل به وهو الالتزام لأوامره والكف عن نواهيه. സയ്യിദ് റഹിമഹുല്ലാഹ് കൊടുത്ത വിശദീകരണം അങ്ങനെയാണ്. അൽ ഇൽമു ബിഹി, തൗറാത്ത് പഠിക്കണം, മാത്രമല്ല പഠിച്ചാൽ മാത്രം പോരാ, വൽ ഹിഫ്ദു ലഹു, അത് സംരക്ഷിക്കണം, വൽ അമലു ബിഹി, അത് പ്രകാരം അമൽ ചെയ്യണം, അതായത് അൽ ഇൽതിസാമു ലി അവാമിരിഹി, അത് കൽപ്പനകളെ ശിരസാ വഹിക്കണം, വൽ കഫ്ഫു അൻ നവാഹിഹി, അത് വിലക്കുകളെ ഒഴിവാക്കണം. അതാണ് ഖുദിൽ കിതാബ ബിഖുവ്വ. അപ്പൊ അതിന്റെ ഒരു അനന്തരാവകാശി, തൗറാത്തിന്റെ അനന്തരാവകാശി നബി ആവശ്യപ്പെട്ടതും യാക്കൂബ് എന്ന് പറഞ്ഞ, അപ്പൊ നബിയുടെ ശേഷം നബിയുടെ പിൻഗാമിയായിക്കൊണ്ട് ഈ തൗറാത്ത് അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് മാതൃകയായി ജീവിച്ചു കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർക്കൊരു മുമ്പിൽ നിൽക്കേണ്ട ആളാണ് നബിയുടെ മകനായ യഹ്യ അലൈഹിസ്സലാം. അതാണ് യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ, ശക്തമായി തന്നെ ഈ ഗ്രന്ഥം നീ മുറുകെ പിടിക്കണം എന്ന് അല്ലാഹു തആല അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. മാത്രവുമല്ല വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യ, വആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു, ആതൈന, നാം നൽകി, ഹു, അദ്ദേഹത്തിന്, അൽ ഹുക്മ, ഹുക്മുകൾ, അഹ്കാം, വിധികൾ അല്ലെങ്കിൽ തത്വജ്ഞാനങ്ങൾ നാം അദ്ദേഹത്തിന് നൽകി. സ്വബിയ്യ, കുട്ടിയാകുമ്പോൾ തന്നെ നാം അദ്ദേഹത്തിന് ഹുക്മ നൽകി. ഹുക്മ എന്നാൽ അൽ അഹ്കാം വൽ മഅരിഫത്തു ബിഹാ എന്നാണ്, വിധികളും ആ വിധികളെ പറ്റിയുള്ള അറിവുകളും. അപ്പൊ വിധി പറയാനുള്ള ഒരു കഴിവ്, വിധിയെ പറ്റിയുള്ള അറിവുകൾ, അതൊക്കെ അല്ലാഹു തആല പ്രത്യേകമായി നൽകി. സ്വബിയ്യ, കുട്ടിയാകുമ്പോൾ തന്നെ, കുട്ടിയായ അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന് ഹുക്മ നാം നൽകി. അപ്പൊ വളരെ വല്ലായി പ്രായമായിട്ടല്ല, ചെറിയ പ്രായത്തിൽ തന്നെ ദീനിൽ വലിയ അവഗാഹവും ദീനിൽ നല്ല അറിവും മതവിധികളെ കുറിച്ചുള്ള ധാരണയും വിധി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുമൊക്കെ അല്ലാഹു തആല ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് നൽകി. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യ, ചെറിയ പ്രായത്തിൽ, കുട്ടിപ്രായത്തിൽ തന്നെ നാം ഹുക്മുകൾ അദ്ദേഹത്തിന് നാം നൽകി. അന്ന് ചെറിയ കുട്ടികളാണ് പൊതുവെ പറയുന്നതൊക്കെ, വളരെ ചെറിയ പ്രായത്തിൽ അല്ല, തൊട്ട് അറിയാം. അവിടെ പിന്നെ മഹദ് പ്രത്യേകം എടുത്ത് പറഞ്ഞു, മഹദി എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞു. മഹദി തൊട്ടിലാണ്, തൊട്ടിൽ പ്രായത്തില് തിഫ്ലി എന്നാണ് ഉപയോഗിക്കുക. സ്വബിയ്യ് ഏത് പ്രായക്കാർക്കും പറയാം, കുട്ടിയുടെ അർത്ഥമുള്ളൂ, ഏത് പ്രായക്കാർക്കും സ്വബിയ്യ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഇവിടെ അദ്ദേഹം ചെറിയ പ്രായം തന്നെ ആയിരുന്നു. തഫ്സീറിലൊക്കെ 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് എന്നൊക്കെ ചർച്ചകൾ വരെ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ സ്വബിയ്യ് എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായത്തെ പറ്റി. അത് ഏതായാലും ചെറിയ പ്രായത്തിൽ, കളിപ്രായത്തിൽ എന്ന് എല്ലാവരും പഠിച്ചു വരുന്നുണ്ട്. ഒരു മറ്റു കുട്ടികളെ കൂടെ കളിച്ചെടുക്കണ ആ സമയത്ത് തന്നെ ഒരു ദീനൊക്കെ പഠിച്ച ബോധമുള്ള ആ ഒരു തരത്തിലാണ് അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരു ഫിത്റത്ത്, പ്രകൃതം നൽകിയത് എന്നാണ്. അപ്പൊ അത്രയും ചെറുപ്പത്തിൽ അല്ലാഹുവിന്റെ ദീന് പഠിഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചെറുപ്രായത്തിൽ വല്ലവനും ദീന് പഠിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ, മൻ ഖറഅൽ ഖുർആന ഖബ്ല അൻ യഹ്തലിമ, പ്രായപൂർത്തിയാകും മുമ്പ് ആർക്കെങ്കിലും ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ പറ്റി പറയാം, ഫഹു മിമ്മൻ ഊതിയൽ ഹുക്മ സ്വബിയ്യ,
അവൻ ചെറുപ്പത്തിൽ ഹുക്മ നൽകപ്പെട്ടു എന്നവനെ കുറിച്ച് പറയാം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇത് വെച്ചുകൊണ്ട് പറയുന്നു. പ്രായപൂർത്തിക്ക് മുമ്പ് ഒരാൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞു എങ്കിൽ എന്ന് പറഞ്ഞ ആ ഗണത്തിൽ അവനും പെടും എന്ന് സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്. ഏതായാലും യഹ്യാ നബിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ദീന് പഠിച്ച, ഖുർആൻ പഠിച്ച, തൗറാത്ത് പഠിച്ച, അത് പ്രകാരം അമൽ ചെയ്യുന്ന ഒരാളായിരുന്നു എന്നർത്ഥം. അതാണ് ഹദീസ് വന്നത്, കുല്ലു ബനി ആദമ യഅതി യൗമൽ ഖിയാമ, ആദമിന്റെ മക്കളെല്ലാം ഖിയാമത്ത് നാളിൽ വരും. വലഹു ദംബുൻ, എന്തെങ്കിലും ഒക്കെ കുറ്റം, എന്തെങ്കിലും ഒരു പാപം വരുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും. ഇല്ലാ മാ കാന മിൻ യഹ്യ ഇബ്നു സക്കരിയ, യഹ്യ ഇബ്നു സക്കരിയക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും എന്തെങ്കിലും പാപങ്ങളുമായിട്ടാണ് അവിടെ വരിക എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. സ്വഹിയാണോ അല്ലേന്ന് അറിയുകയില്ല. അപ്പൊ ആ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്ന യഹ്യ അലൈഹിസ്സലാം ലം യഅസില്ലാഹു തആല ഖത്തു ബിസഗീറത്തിൻ വലാ കബീറത്തിൻ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു പാപത്തും ചെയ്തിട്ടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ട് പിന്നെ ഒരു തെറ്റിലേക്കും അദ്ദേഹം പോയിട്ടില്ല എന്ന് താബിഈയായ ഖത്താദ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. വല്ലാഹു അഅലം. ഏതായാലും പിന്നെ ആലി ഇമ്രാൻ പറഞ്ഞല്ലോ, വസയ്യിദൻ വഹസൂറ, അദ്ദേഹം സയ്യിദാണ്, നേതാവാണ്, എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകയാണ് എന്നവിടെ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞു, ഖുൽ കിതാബ ബിഖുവ്വ, ഖുവ്വത്തോടു കൂടി ശക്തമായി തന്നെ നീ വേദഗ്രന്ഥം മുറുകെ പിടിക്കണം. വആതൈനാഹുൽ ഹുക്മ സബിയ്യ, ചെറിയ പ്രായത്തിൽ തന്നെ നാം അദ്ദേഹത്തിന് ഹുക്മ്, വിധികൾ നാം നൽകി. ആവാം, അല്ലാഹു അഅലം. അദ്ദേഹത്തിന് പ്രത്യേകമായി ഏട് കൊടുത്തിട്ടുണ്ടാവും. എല്ലാ നബിമാർക്കും അല്ലാഹു തആല ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് അഹ്ലുസുന്നയുടെ അഖീദയുടെ ഭാഗമാണ്. എല്ലാ നബിമാർക്കും അല്ലാഹു എന്തെങ്കിലുമൊക്കെ ഏടുകളായി, കിതാബുകളായി അല്ലാഹു എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നാണ് അഹ്ലുസുന്ന അഖീദയായി പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. അതും ഇതിൽ ഉൾപ്പെടാം. തൗറാത്തിലുള്ളതും അതിലുണ്ടാവാം. ഏതും അല്ലാഹു തആല നൽകിയ പഠിപ്പിച്ച എന്തെല്ലാം ഹുക്കുമുണ്ടോ ആ ഹുക്കുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യ. വഹനാനൻ മിൻ ലദുന്നാ, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ ഒരു ഹനാൻ, ഒരു റഹ്മത്ത്, ഒരു കാരുണ്യം, അതും നാം അദ്ദേഹത്തിന് നൽകി. ഹനാൻ കാരുണ്യമാണ്. ഹനാൻ റഹ്മത്ത്, അൽ-ലുത്ഫ് വർ-റഹ്മ, അതാണ് ഹനാൻ. കാരുണ്യം. ലുത്ഫുൻ എന്ന് പറയാം, ലത്തീഫ്, ലുത്ഫ്, അല്ലെങ്കിൽ റഹ്മത്ത്, ഷഫഖത്ത് എന്നൊക്കെ ഈ വാക്കാണ്. സ്നേഹം എന്നും അർത്ഥമുണ്ട് ഹനാന്, മഹബത്ത്. وحنانا من لدنا من لدنا لدنا عندنا من عندنا, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേകമായ ഒരു ഹനാൻ, പ്രത്യേകമായ ഒരു കാരുണ്യം, പ്രത്യേകമായ സ്നേഹം, വാത്സല്യം നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. വാത്സല്യത്തിന് ഹനാൻ എന്ന് ഉപയോഗിക്കാം. മക്കളോടൊക്കെ കാണുന്ന സ്നേഹം, അതിന് ഹനാൻ, വാത്സല്യം എന്ന അർത്ഥത്തിൽ ഹനാൻ ഉപയോഗിക്കലുണ്ട്. ഹനീൻ, സാധാരണ ഈ ഒട്ടകങ്ങൾ അതിന്റെ കുട്ടികളോട് കാണിക്കുന്ന ആ സ്നേഹത്തിലാണ് അറബികൾ അസ്ലിയായിട്ട് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഒട്ടകങ്ങൾ
കുട്ടിയോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും, ആ വാത്സല്യത്തിലാണ് അറബികൾ സാധാരണ ഹനാൻ എന്ന പദം ഉപയോഗിച്ച് പോന്നിട്ടുള്ളത്. ഹനീൻ, ഹനാൻ എന്നൊക്കെ ഉപയോഗിക്കും. ഹന്നാൻ എന്ന് പറഞ്ഞാൽ വാത്സല്യമുള്ളവൻ, കാരുണ്യമുള്ളവൻ. റഹീം എന്നർത്ഥമാണ് ഹന്നാൻ. നമ്മളെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ ഒരു കാരുണ്യം നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അപ്പൊ അല്ലാഹ് അധികമായി റഹ്മത്ത് അദ്ദേഹത്തിന് ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വസകാതൻ, കാരുണ്യം മാത്രമല്ല വസകാതൻ, പ്രത്യേകമായ ഒരു പരിശുദ്ധിയും. സകാത്ത് ശുദ്ധീകരണം. പരിശുദ്ധി, ബറക്കത്ത് എന്ന് വേണമെങ്കിൽ പറയാം സകാത്തിനെ. ത്വഹാറത്ത്, ബറക്കത്ത്, ഖൈറിലുള്ള വർദ്ധനവ് സകാത്ത്. നേരെ സകാത്തില് വർദ്ധനവ് എന്നർത്ഥം. വർദ്ധനവ് അല്ലെങ്കിൽ സംസ്കരിച്ചെടുക്കുക, സംസ്കരണം, അതാണ് സകാത്ത്. തസ്കിയത്ത്. വഹനാനം മിൻ ലദുന്നാ വസകാതൻ, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യവും പ്രത്യേകമായ ചില അനുഗ്രഹങ്ങളും ചില വിശുദ്ധിയും നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അതെ, അല്ല ഈസാ നബി പിന്നീടാ. ഇവർക്ക് ശേഷമാണ് ഈസാ നബി ഇസ്ലാം. അല്ല, അത് മറിയം ബീവിയെ ഗർഭം ചുമന്നപ്പോഴല്ലേ? മറിയം ബീവിയെ ഗർഭം ചുമന്നപ്പോഴാണ് സക്കറിയ നബി ഇസ്ലാം ഏറ്റെടുത്തു, സംരക്ഷിച്ചു എന്നൊക്കെ പറയുന്നത്. മറിയം ബീവിയുടെ ഉമ്മ ഗർഭിണിയായപ്പോൾ അതോട് പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാണെന്ന് പറഞ്ഞതും സക്കറിയ നബി ഇസ്ലാം സംരക്ഷണം ഏറ്റെടുത്തു. ഒക്കെ സക്കറിയ നബിയും യഹ്യാ നബിയെയും ആളുകൾ കൊന്നുകളഞ്ഞതാണ്. അന്നത്തെ ആളുകൾ തൗഹീദിന്റെ തന്നെ ദൈവത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട പ്രവാചകന്മാരാണ് സക്കറിയ നബിയും യഹ്യാ നബിയും. അദ്ദേഹത്തെ ഹലാലം മിൻ ലദുന്നാ, നമ്മളെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം നാം അദ്ദേഹം നൽകി. വസകാതൻ, പ്രത്യേകമായ ഒരു വിശുദ്ധിയും സംസ്കരണവും അല്ലെങ്കിൽ ബറക്കത്തും അദ്ദേഹത്തിന് നാം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം മാതാപിതാക്കൾക്ക് അല്ല സക്കാത്തായി കൊടുത്തു എന്നും ചില വ്യാഖ്യാനങ്ങൾ കാണാൻ പറ്റും. അല്ലാഹു അഅലം. വകാന തഖിയ്യ, വകാന അദ്ദേഹമായിരുന്നു തഖിയ്യ, ഒരു മുത്തഖിയായ മനുഷ്യനായിരുന്നു. തഖ്വയുള്ള, തഖിയ്യ് തഖ്വയുള്ളവൻ, സൂക്ഷ്മത പാലിക്കുന്നവൻ. മുതീഅൻ ലില്ലാഹ്, അല്ലാഹുവിന് വഴിപ്പെടുന്ന, കൽപ്പനകളെ പാലിക്കുന്ന, വിലക്കുകളെ ഒഴിവാക്കുന്ന ഒരു സൂക്ഷ്മത പാലിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അതാണ് വകാന തഖിയ്യ. അവർ ഒരാളെപ്പറ്റി ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾ വകാന തഖിയ്യ എന്നിങ്ങനെ ഓടിപ്പോകാം. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രത്യേകമായ തഖ്വ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ആളായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കാം. അല്ലാഹു അഅലം. അതെ, മുത്തഖി, അതേ അർത്ഥമാണ് തഖി. തഖ എന്ന വഖ എന്ന വാക്കിനാണ് തഖി. ഇത്തഖ എന്ന വാക്കിനാണ് മുത്തഖി. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഇത്ര മതി. മൊത്തം നോക്കാം. ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ്, അദ്ദേഹം തന്റെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് പുറപ്പെട്ടു തന്റെ ജനതയിലേക്ക്. ഫഔഹാ ഇലൈഹിം, എന്നിട്ട് അവരോട് ആംഗ്യം കാണിച്ചു, സൂചന നൽകി. അൻ സബ്ബിഹു ബുക്രതൻ വഅശിയ്യ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന് സ്തോത്രമർപ്പിക്കുക, പ്രകീർത്തിക്കുക എന്ന്. യാ യഹ്യ, ഓ യഹ്യ, ഖുദിൽ കിതാബ ബിഖുവ്വ, വേദഗ്രന്ഥം ബലമായി സ്വീകരിച്ചു കൊള്ളുക. വആതൈനാഹുൽ ഹുക്മ സബിയ്യ, നാം അദ്ദേഹത്തിന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിജ്ഞാനം അല്ലെങ്കിൽ വിധി നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. വഹലാലം മിൻ ലദുന്നാ വസകാതൻ, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേകമായ കാരുണ്യം, അനുകമ്പയും അതേപോലെ വിശുദ്ധിയും നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. വകാന തഖിയ്യ, അദ്ദേഹം ഒരു ഭക്തൻ ആയിരുന്നു. വല്ലാഹു അഅലം. ഒന്നുകൂടെ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا. سبحانك اللهم وبحمدك. السلام عليكم.